ഞാൻ കഠിനമായിട്ടുള്ളൊരു സത്യം പറയട്ടെ. വിട്ടുപോകാൻ തയ്യാറല്ലാത്ത ചുറ്റുപാടുകളെക്കാൾ ഉയരത്തിൽ നമുക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല. എത്ര വലിയ സ്വപ്നങ്ങളുണ്ടായിട്ടും കാര്യമില്ല, എത്ര വലിയ ലക്ഷ്യങ്ങളുണ്ടായാലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ചിന്തകളും സംഭാഷണങ്ങളും ജീവിതശൈലിയും നമ്മളെ പതിയെ പതിയെ അത് നമ്മുടെ ചിന്താരീതിയായിട്ട് മാറും. കാരണം നമ്മുടെ ബ്രെയിൻ വളരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ദിവസവും കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ടാണ് അത് വളരുന്നത്. എപ്പോഴും പരാതികൾ മാത്രം കേൾക്കുന്ന ഒരാളുടെ ബ്രെയിൻ പതിയെ പ്രശ്നങ്ങൾ മാത്രം കാണാൻ തുടങ്ങും. ഗോസിപ്പുകളാണ് ദിവസവും കേൾക്കുന്നെങ്കിലോ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയും പിന്നെ അതേ നിലവാരത്തിലാകും. നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള ശേഷി പോലും പതിയെ കുറയും. കാരണം എന്താ വെച്ചാൽ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നുമില്ല. സ്വപ്നങ്ങളെ കുറിച്ച് ബ്രെയിൻ പ്രാധാന്യം നൽകിയില്ല. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെ ആയാൽ കഥ മാറും. പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ബിസിനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുക, പുതിയ കഴിവുകൾ പഠിക്കുക, വലിയ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള സമയമുണ്ടല്ലോ, അത് നമ്മുടെ തലച്ചോറിനെ പുതിയ നിലവാരത്തിലേക്ക് ഉയർത്തും. യഥാർത്ഥത്തിൽ അവർ നമ്മളെ നിർബന്ധിച്ചൊന്നും മാറ്റുന്നില്ല. അവരുടെ ജീവിതം തന്നെ ഒരു പുതിയ നിലവാരം നമ്മുടെ ബ്രെയിനിന് കാണിച്ചു കൊടുക്കണം. ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ എപ്പോഴും ഒരു മുറിയിലെ ഏറ്റവും കഴിവുള്ള ആളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് യു ആർ ദ ബെസ്റ്റ് ഇൻ ദ റൂം ക്യൂറ്റ് ദ റൂം, കേട്ടില്ലേ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വളർച്ച നിലച്ച ഒരു മുറിയിലായിരിക്കും. കാരണം അവിടെ വെല്ലുവിളികളില്ല. കാരണം നമ്മളെ വെല്ലുവിളിക്കുന്ന ആളുകളാണ് നമ്മളെ വളർത്തുന്നത്. നമ്മളെക്കാൾ മുന്നിൽ നടക്കുന്ന ആളുകളാണ് നമ്മുടെ സാധ്യതകൾ നമ്മെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ജീവിതം മാറ്റണമെങ്കിൽ ലക്ഷ്യം മാത്രം മാറ്റിയാൽ പോരാ, ചുറ്റുപാടുകളും മാറ്റണം. കൂടുതൽ ചിന്തിക്കുന്ന ആളുകളെ കണ്ടെത്തണം. കൂടുതൽ പഠിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കണം. വലിയ സ്വപ്നങ്ങൾ കാണുന്നവരോടൊപ്പം മാത്രമേ നടക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഭാവി സൗകര്യത്തിനുള്ളിൽ വളരുന്നില്ല. അതായത് കംഫർട്ട് സോണിലല്ല അതിൻ്റെ വളർച്ച. വെല്ലുവിളികൾ വേണം. നമ്മുടെ മുന്നിൽ നമ്മളെക്കാൾ നിലവാരമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് വെല്ലുവിളിയാവും. വെല്ലുവിളികളിലാണ് നമ്മൾ വളരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരുന്നത് എപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ നിലവാരം ഉയരുമ്പോഴാണ്.